ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലീഫ്ലെറ്റിൻ്റെ അനാട്ടമിയാണ്. ലീഫ്ലെറ്റിൻ്റെ അനാട്ടമി ഡിസ്ക്രിപ്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഡയഗ്രാം കാണാം. ഇതാണ് ഒരു ലീഫ്ലെറ്റിൻ്റെ അനാട്ടമി. നമുക്ക് നോക്കിയാൽ സങ്കല്പിക്കാവുന്നതാണ്. ഒരു ഓലക്കാല് പോലെ ഇരിക്കുന്ന സാധനം. ഇത് സൈക്കസ് റെവല്യൂട്ടയുടെ ലീഫാണ്. അപ്പോൾ സൈക്കസ് റെവല്യൂട്ട ആകുമ്പോൾ ഈ അറ്റൻ ടിപ്പ് വന്നിങ്ങനെ ചുരുണ്ടിരിക്കും. റെവല്യൂട്ടഡ് മാർജിൻ, അതുകൊണ്ടാണ് അതിനെ റെവല്യൂട്ട എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്പീഷീസിനെയാണ് നമ്മൾ ടൈപ്പായിട്ട് പഠിക്കുന്നത്. സിർസിനാലുസായിട്ടുള്ള വ്യത്യാസം നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോവർ സൈഡും ഒരു അപ്പർ സൈഡും നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ലോവർ ഉള്ളത് ലോവർ എപ്പിഡാമിസും അപ്പർ സർഫസിൽ അപ്പർ എപ്പിഡാമിസും നമുക്കുള്ളതായിട്ട് കാണാൻ പറ്റും. ഈ അപ്പർ എപ്പിഡാമിസിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പാലിസൈഡ് ലെയർ കാണാം. ഈ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെൽസിനെ നമ്മൾ പറയുന്നത് പാലിസൈഡ് ലെയറാണ്. അത് റേഡിയലി ഇലോങ്കേറ്റഡ് ആണ്, കോമ്പാക്റ്റ്ലി പാക്ഡ് ആണ്. ഇത് കൂടാതെ അതിന് താഴെയായിട്ട് നമുക്ക് സ്പോഞ്ചി പാരൻകൈമ കാണാം. സ്പോഞ്ചി പാരൻകൈമ എന്ന് വെച്ചാൽ ക്ലോസ്ലി പാക്ഡ് അല്ല. ദർ ആർ ഇൻ്റർസെല്ലുലാർ സ്പേസസ് ഇൻ ബിറ്റ്വീൻ. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ആസ് സ്പോഞ്ചി പാരൻകൈമ. അതിന് നടുക്കായിട്ട് നമുക്ക് വാസ്കുലാർ ബണ്ടിൽ കാണാം. ഈ വാസ്കുലാർ ബണ്ടിലിൽ നിന്ന് രണ്ട് വശത്തേക്കും, അതായത് ലീഫ്ലെറ്റ് ആണല്ലോ, അപ്പോൾ ലീഫ്ലെറ്റിൻ്റെ രണ്ട് വശങ്ങളിലേക്കും ഈ റേഡിയൽ കണ്ടക്ഷന് വേണ്ടി നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂസ് കാണാം. ഇതാണ് ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ വാസ്കുലാർ ബണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വാസ്കുലാർ ബണ്ടിലിൽ നമുക്ക് കാമ്പിയം ഉണ്ട്, ഔട്ട്സൈഡ് ഫ്ലോയം ഉണ്ട്, ഇൻസൈഡ് സൈലം ഉണ്ട്. ഈ ഇൻസൈഡ് സൈലം തന്നെ രണ്ട് തരത്തിലുണ്ട്, സെൻട്രിപിറ്റൽ സൈലവും സെൻട്രിഫ്യൂഗൽ സൈലവും. അങ്ങനെ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് ലീഫ്ലെറ്റ്. ഇവിടെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോഡെർമൽ റീജിയൻ എന്ന് പറയുന്നത് ഒരു സ്ക്ലീറോൻകൈമാറ്റസ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ആണുള്ളത്. അതിന് താഴെയാണ് പാലിസൈഡ് ലെയർ നമ്മൾ കാണുന്നത്. ലോവർ എപ്പിഡെർമിസിൻ്റെ കാര്യം വരുമ്പോൾ ലോവർ എപ്പിഡെർമിസിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കാണുന്നത്, താഴെ നോക്കുമ്പോൾ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കാണുന്നത് സ്പോഞ്ചി പാരൻകൈമയാണ്. പക്ഷേ ഈ മിഡ് റിബിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഒരു ഹൈപ്പോഡെർമിസ് ലോവർ എപ്പിഡെർമിസിലും കാണാം, എപ്പിഡെർമിസിൻ്റെ താഴെയായിട്ടും കാണാം. അത് സ്ക്ലീറോൻകൈമാറ്റസ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് Cycas leaflet. We'll come back. Let us see the description. So it can be differentiated into a swollen midrib and two lateral wings. Or lateral wings. The wings are curved downward or revoluted margins. Revoluted revoluted margins. Outer layers consist of thick-walled epidermis surrounded by a layer of cuticle. Outer hilum, inner hilum. Outermost layer is known as the epidermis. It is thick-walled and with the cuticle. Then epidermis is continuous layer, while the continuity of the lower epidermis is broken or disturbed by the presence of sunken stomata. അപ്പോൾ ലോവർ എപ്പിഡെർമിസിൽ സങ്കൺ സ്റ്റൊമാറ്റ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്ക്ലീറോൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് കാണാം. അത് ത്രൂ ഔട്ട് ദ ലെങ്ത് നമുക്ക്, അല്ലെങ്കിൽ ലീഫിൻ്റെ വീതിയാണ് നമ്മൾ പറയുന്നത്, സെക്ഷൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ കാണുന്നു. ത്രൂ ഔട്ട് നമുക്ക് ഒരു സ്ക്ലീറോൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് കാണാം. പക്ഷേ ഹൈപ്പോഡെർമിസ് ഇസ് ആബ്സെൻറ്റ് ബിലോ ദ ലോവർ എപ്പിഡെർമിസ് എക്സെപ്റ്റ് ദ മിഡ് റിബ് റീജിയൻ നമ്മൾ കണ്ടിരുന്നു. മീസോഫിൽ ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു പാലിസൈഡ് ലെയർ ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. പാലിസൈഡ് ലെയർ എന്ന് പറയുന്നത് അപ്പർ എപ്പിഡെർമിസിൽ താഴെ സ്ക്ലീറോൻകൈമാറ്റസ് ലെയറിന് ഹൈപ്പോഡെർമിസിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. പാലിസൈഡ് സെൽസ് ആർ റേഡിയലി ഇലോങ്കേറ്റഡ് ആൻഡ് ഫിൽഡ് വിത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പോഞ്ചി പാരൻകൈമ is present only in the wings directly above the lower epidermis. The cells are oval, filled with chloroplast and are loosely packed. അപ്പോൾ ഇത് രണ്ടും ക്ലോറൻകൈമ തന്നെയാണ്. ഒന്ന് കോമ്പാക്റ്റ്ലി പാക്ഡ് ആൻഡ് റേഡിയലി ഇലോങ്കേറ്റഡ് ആണെങ്കിൽ സ്പോഞ്ചി പാരൻകൈമ ലൂസ്ലി അറേഞ്ച്ഡ് വിത്ത് ഇൻറ്റർസെല്ലുലാർ സ്പേസസ് ആൻഡ് ദീസ് ഇൻറ്റർസെല്ലുലാർ സ്പേസസ് ആർ ഫിൽഡ് വിത്ത് എയർ. ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയുള്ള എയർ ഉണ്ട്. ദെൻ അടുത്ത കാര്യം നമ്മൾ പറഞ്ഞത് ഈ പാലിസൈഡ് ലെയറിനും സ്പോഞ്ചി ലെയറിനും ഇടയ്ക്കായിട്ട് ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ്ലി ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള സെൽസ് കാണാം. ദിസ് ഇസ് ഫോർ കണ്ടക്ഷൻ ഫ്രം ദ വാസ്കുലർ ബണ്ടിൽ ടു ദ മാർജിൻസ് ഓഫ് ദ ലീഫ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ. ദിസ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ പ്രസൻറ്റ് ഇൻ ദ സൈക്കസ് ലീഫ്ലെറ്റ്. അത് പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. ദെൻ
The primary transfusion tissue present just on either side of the centrally located vascular bundle. A single vascular bundle is present in the midrib portion of the leaflet. നമ്മൾ നേരത്തെ റാച്ചസ് കണ്ട വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു വാസ്കുലാർ ബണ്ടിൽ മാത്രമേ ഉള്ളൂ. വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ കൺജോയിൻ്റ് ആൻഡ് കൊളാറ്ററൽ ഓപ്പൺ ആണ്. ഇതും ഡിപ്ലോസൈലിക്കാണ്. ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം നമുക്കറിയാം. കൺജോയിൻ്റ് എന്ന് വെച്ചാൽ സൈലവും ഫ്ലോയും ഉണ്ട്. കൊളാറ്ററൽ they are arranged, the phloem is arranged lateral to the xylem and vice versa, and it is open, that means the cambium is present, and it is diplocylic, that means a centrifugal xylem and a centripetal xylem are seen. Then the centripetal xylem is endark and very prominent. Centrifugal xylem is represented as two patches or two groups on either side of the protoxylem. അങ്ങനെയാണ് കാണപ്പെടുന്നത്. endark ആണ്. Then phloem is arc-shaped and is separated from the cambium, separated by the cambium, and so it is known as the open vascular bundle. It is surrounded by a bundle sheath. The portion of the midrib between the palisade layer and the lower hypodermal region is filled with parenchymatous cells. Of such, some cells contain calcium oxalate crystals. Midrib region നമ്മൾ പറഞ്ഞു, പാലിസൈഡ് ലെയർ എന്ന് പറയുന്ന ഷീത്തിങ് ലീഫ് ഫേസിൽ ഉള്ളതെന്ന് പറഞ്ഞു. ആ മിഡ്രിബ് റീജിയനിൽ നമ്മൾ കാണുന്നത് പാരൻകൈമ സെൽസ് ആണ്. അവിടെ നമുക്ക് കാൽസ്യം ഓക്സാലേറ്റ് ക്രിസ്റ്റൽസും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് സൈക്കസ് റെവല്യൂട്ടയുടെ സ്ട്രക്ചറാണ്. സൈക്കസ് സിർസിനാലിസിൻ്റെ സ്ട്രക്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ തീർച്ചയായിട്ടും അതിൻ്റെ അറ്റത്തുള്ള ആ റെവല്യൂട്ടയുടെ റെവല്യൂട്ടഡ് മാർജിൻസ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഈ അപ്പർ സൈഡിൽ അതിൻ്റെ മിഡ്രിബ് കുറച്ചുകൂടെ എജക്റ്റഡ് ഔട്ടായിരിക്കും, കുറച്ചുകൂടെ പൊങ്ങി നിൽക്കുന്നത് കാണാം. പിന്നെ സ്റ്റൊമാറ്റ, സങ്കൺ സ്റ്റൊമാറ്റയാണ് റെവല്യൂട്ടയിൽ. ഇവിടെ അത്രയും സങ്കണല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ ഹൈപ്പോഡർമിസ് ഇൻ വിങ്സ് ഈസ് പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് എന്നുള്ളതാണ്. കോർണർ മാത്രമേ കാണുന്നുള്ളൂ. ദെൻ പാലിസൈഡ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ദ വിങ്സ് ആൻഡ് നോട്ട് ഇൻ ദ മിഡ്രിബ് റീജിയൻ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാലിസൈഡ് ലെയർ ഈസ് നോട്ട് സീൻ ഇൻ ദ മിഡ്രിബ് റീജിയൻ. മറ്റിടത്താണെങ്കിൽ കണ്ടിന്യൂസ് പാലിസൈഡ് ലെയറാണ്, സ്പോഞ്ചി ലെയറാണ് ഇല്ലാത്തത്. ഇവിടെ രണ്ടുമില്ല, പാലിസൈഡ് ലെയറും ഇല്ല. പിന്നെ other structures, the structure of vascular bundles, spongy parenchyma or palisade layer, then all other structures are similar to the revoluta. Our compare ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, the Cycas originalis is less adapted to xerophytic conditions rather than the Cycas revoluta എന്ന് പറയാം. ബിക്കോസ് സങ്കൺ സ്റ്റൊമാറ്റ അത്രയും സങ്കണല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് കുറച്ചുകൂടി മീസോഫൈറ്റിക് പ്ലാന്റ് ആണ് Cycas circinalis എന്നുള്ളതാണ്. So we see again the earlier picture where we can see the upper epidermis, then there is a hypodermal region, sclerenchymatous hypodermis, then the palisade layer which is compactly packed chlorenchymatous cells, then comes the transfusion tissue, entire length നമുക്ക് transfusion tissue കാണാം. അത് പ്രൈമറി ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ ഈ ബണ്ടിലിനോട് ചേർന്നും സെക്കൻഡറി ട്രാൻസ്ഫ്യൂഷൻ ടിഷ്യൂ ടുവേർഡ്സ് ദ ബ്ലേഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ there is a spongy chlorenchymatous cells which is known as the spongy parenchyma. Then here is the, we can see the parenchymatous cells. In the midrib region, inside the lower epidermis, we can see the hypodermis layer with the sclerenchymatous cells, but towards the leaflet or the blade, we cannot see such a sclerenchymatous layer. Here it is the spongy parenchyma is present in the region. So this is the structure of the leaflet. So this is a portion enlarged. The cells are very clear. We can see the upper epidermis, hypodermis, palisade layer. Here this is the elongated transfusion layer and transfusion tissue. And here you can see the centrifugal xylem, phloem. Centripetal xylem is here. Then the midrib region, we can see the parenchymatous cells. Then comes the hypodermis in the midrib region, but here such things are absent. The stomata is present only in the lower epidermis, which is sunken. So this is the portion enlarged.